മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതെന്ന് പറയുന്നത് മാജിദ് മജീദി അദ്ദേഹത്തിൻ്റെ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേയുടെ കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന മൈ സിസ്റ്റേഴ്സ് ഷൂസ്. അപ്പോൾ മാജിദ് മജീദി അദ്ദേഹം 1959 ഏപ്രിൽ മാസം 17-ാം തീയതി ജനിച്ചു. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇറാനിയൻ ഫിലിം ഡയറക്ടറും പ്രൊഡ്യൂസർ സ്ക്രീൻ റൈറ്ററൊക്കെയാണ് ആരെന്ന് പറയുന്നത് മാജിദ് മജീദി. അപ്പം അദ്ദേഹത്തിൻ്റെ in 1998 Majidi directed the film Children of Heaven which was nominated for the Academy Award for the Best Foreign Language Film. 1998 മാജിദ് മജീദി സംവിധാനം ചെയ്ത ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന സിനിമ മികച്ച വിദേശ ഭാഷാ സിനിമയ്ക്കുള്ള അക്കാദമി അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇറാനിയൻ ഫിലിം ടു ഹാവ് ബീൻ നോമിനേറ്റഡ് ബൈ ദി അക്കാദമി അവാർഡിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്ത ആദ്യ ഇറാനിയൻ സിനിമ കൂടിയാണ് ഏതെന്ന് പറയുന്നത് ചിൽഡ്രൻ ഓഫ് ഹെവൻ. അപ്പോൾ ആ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ സിനിമയുടെ കുറച്ച് ഭാഗമാണ്, അതിൻ്റെ തിരക്കഥയുടെ കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന മൈ സിസ്റ്റേഴ്സ് ഷൂസ്. അപ്പോൾ ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് സഹറയും അതോടൊപ്പം തന്നെ അലിയും. അപ്പം അലിയുടെ സഹോദരിയായ സഹറയുടെ ഷൂ തുന്നുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു. അതേസമയം ആ ഷൂ എന്ത് ചെയ്യുന്നുണ്ട്, കാണാതാവുകയും ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പം സീൻ 1 കോബ്ലേഡ് ഷോപ്പ്. അപ്പോൾ ഒന്നാമത്തെ രംഗത്തിൽ കാണിക്കുന്നത് കോബ്ലറുടെ ഒരു ചെരുപ്പ് കുത്തിയുടെ ഷോപ്പ്. ക്ലോസപ്പ് ഓഫ് എ കോബ്ലർ സ്റ്റിച്ചിങ് എ ഗേൾസ് ഷൂ. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഷൂ കോബ്ലർ തുന്നുന്നതിൻ്റെ ക്ലോസപ്പ് ദൃശ്യം. ഒൺലി ദ പിങ്ക് ഷൂ ആൻഡ് ദ കോബ്ലേഡ്സ് ഹാൻഡ്സ് ആർ ഇൻ ദി ഫ്രെയിം. ഇപ്പോൾ ഫ്രെയിമിൽ ആ പിങ്ക് ഷൂവും കോബ്ലറുടെ കൈകളും മാത്രം കാണാനായി കഴിയുന്നുണ്ട്. The camera moves back to middle distance to show Ali sitting on a low chair next to the cobbler and watching him work. അപ്പോൾ ഒരു കൊച്ചു കസേരയിൽ ഇരുന്നുകൊണ്ട്, ഒരു പൊക്കം കുറഞ്ഞൊരു ചെറിയ കസേരയിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോബ്ലർ ചെരുപ്പ് തുന്നുന്നത് ആര് നിരീക്ഷിക്കുന്നു, നമ്മുടെ അലി നിരീക്ഷിക്കുന്നതിൻ്റെ ഒരു രംഗം. The cobbler finishes stitching the shoe. കോബ്ലർ എന്ത് ചെയ്തു, ആ ഷൂ തുന്നുന്നത് ഫിനിഷ് ചെയ്തു. Pickups the other one of the pair and hands them to both to Ali. അപ്പം അതിന്റെ മറ്റേ ജോഡിയും കൂടെ എടുത്തതിന് ശേഷം, അപ്പം ചെരുപ്പ് തുന്നിക്കഴിഞ്ഞു, ചെരുപ്പ് തുന്നിയതിന് ശേഷം അതിന്റെ മറ്റേ ജോഡിയും കൂടെ എടുത്ത് എന്ത് ചെയ്തു, രണ്ടും അലിക്ക് കൈമാറി. കോബ്ലർ ദാറ്റ് വിൽ ബി 30 ടൗമൻസ്. എത്ര, ആ ചെരുപ്പ് തുന്നിയതിന് എത്ര, 30 ടൗമൻസ്. ടൗമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഓൾഡ് ഇറാനിയൻ കറൻസി ആണ് ഏതെന്ന് പറയുന്നത് ടൗമൻസ്. അപ്പം കോബ്ലർ എന്ത് ചെയ്തു, അലിയുടെ അടുത്ത് പറഞ്ഞു ആ ചെരുപ്പ് തുന്നിയതിന് 30 ടൗമൻസ്. അലി താങ്ക് യു ഗീവ്സ് മണി ടു ദി കോബ്ലർ. അലി എന്ത് ചെയ്തു, നമ്മുടെ കോബ്ലറിന് നന്ദി പറയുകയും പൈസ, അതിനുവേണ്ടി തുന്നിയതിനുള്ള പൈസ കോബ്ലറിന് നൽകുകയും ചെയ്തു. കോബ്ലർ ഹിയർ ഈസ് യുവർ ചേഞ്ച് പിക്സ് അപ്പ് കോയിൻസ് ഫ്രം മണി ബോക്സ് ടു ഗീവ് ടു അലി. അപ്പോൾ കോബ്ലർ എന്ത് ചെയ്തു, ബാക്കി പൈസ അലിയിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം ബാക്കി എന്ത് ചെയ്തു, ആ ബാക്കി പൈസ അലിക്ക് നൽകുകയും ചെയ്തു. കട്ട് ടു ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ്. ഇനി സ്ട്രീറ്റിന് പുറത്തു നിന്നുള്ള രംഗമാണ്. Seen from across the street, the cobbler shop where Ali and the cobbler are sitting can be seen. അപ്പോൾ കോബ്ലറുടെ ഷോപ്പിൽ അലിയും ആര് കോബ്ലറും ഇരിക്കുന്നത് കാണാനായി കഴിയുന്നുണ്ട്. To the right of the cobbler shop is a door with a curtain hanging on it which appears to open into a row house. അപ്പം ആ കോബ്ലറുടെ ഷോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡോറിൽ ഒരു കർട്ടൻ ഇട്ട് എന്ത് ചെയ്തു, കർട്ടൻ തൂക്കിയിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അലി ഈസ് ലീവിങ് ദ ഷോപ്പ്. അലി എന്ത് ചെയ്യുന്നു, ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അലീസ് വോയിസ്, അലിയുടെ ശബ്ദം. താങ്ക് യു. ദ കോബ്ലേഡ്സ് വോയിസ്, യു ആർ വെൽക്കം, ഗുഡ് ബൈ. എ മാൻ വിത്ത് എ പാർസൽ അണ്ടർ ഹിസ് ആംസ് വാക്സ് അപ് ടു ദി കർട്ടൻ ഡോർ. അപ്പം ആ കർട്ടൻ ഇട്ട ഡോറിന്റെ അടുത്തേക്ക് കയ്യിലൊരു പാഴ്സലുമായിട്ട് ഒരു വ്യക്തി നടന്നു വരുന്നു. ലിഫ്റ്റ് ദ കർട്ടൻ ആൻഡ് ഗോസ് ഇൻ. എന്ത് ചെയ്തു, കർട്ടൻ ഉയർത്തി അകത്തേക്ക് പ്രവേശിച്ചു. As Ali comes out of the cobbler shop, putting the shoe into a small black bag in his hand. ഒരു കറുത്ത ബാഗിൽ, ഒരു കറുത്ത കവറിൽ എന്ത് ചെയ്തു, ഷൂവും ഇട്ടുകൊണ്ട് അലി ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. Walks down the street and moves out of the frame on the left. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് എന്ത് ചെയ്തു, ആ ഫ്രെയിമിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നടന്നകലുകയും ചെയ്തു.
ഇത്രയുമാണ് സീൻ 1-ൽ പറയുന്നത്. അടുത്ത സീൻ 2 ബേക്കറി. അപ്പൊ ഇനി ബേക്കറിയിൽ നിന്നുള്ള ദൃശ്യമാണ്. അപ്പൊ സീൻ 1 കഴിഞ്ഞു, ഇനി സീൻ 2 എന്ന് പറയുന്നത് ബേക്കറിയിൽ നിന്നുള്ള ദൃശ്യമാണ് സീൻ 2-ൽ കാണിക്കുന്നത്. ഇൻസൈഡ് ദ ബേക്കറി, ബേക്കറിക്കുള്ളിൽ. ഷോട്ട്സ് ഓഫ് ബ്രെഡ് ബീയിങ് ബേക്ക്ഡ്, ക്ലോസ്-അപ്പ് ഓഫ് ഹാൻഡ്സ് പുട്ടിംഗ് ഇൻടു ദ സ്റ്റോർ, kneaded flour spread on a baking board and taking out the baked naan. അപ്പം ബേക്കറിക്ക് ഉള്ളിലാണ് കാണിക്കുന്നത്. ഷോട്ട്സ് ഓഫ് ബ്രെഡ് ബീയിങ് ബേക്ക്ഡ്, എന്ത് ചെയ്യുന്നു, ബ്രെഡ് ഉണ്ടാക്കിയിടുന്നതിന്റെ ഷോട്ട്സ്. ക്ലോസ്-അപ്പ് ഓഫ് എ ഹാൻഡ്സ് പുട്ടിംഗ് ഇൻടു ദ സ്റ്റൗ, kneaded flour spread on a baking board and taking out the baked naan. എന്തൊക്കെയാ, മാവ് കുഴയ്ക്കുന്നതിന്റെയും ആ നാൻ ചുട്ടിടുന്നതിന്റെയും എല്ലാം ക്ലോസ്-അപ്പ് ദൃശ്യം. The camera pans slightly to the right to show Ali picking up the naan dropped by the cook and stacking them on a cloth spread on a wooden plank. അപ്പോൾ തറയിൽ വിരിച്ചിരിക്കുന്ന ഒരു പലകയുടെ മുകളിൽ, തറയിട്ടിരിക്കുന്ന ഒരു പലകയുടെ മുകളിലോട്ട് എന്ത് ചെയ്യുന്നു, അലി എന്ത് ചെയ്യുന്നു, നാൻ അടുക്കി വയ്ക്കുന്നു. The camera moves back to show Ali and 3 cooking sitting around the stove kneading and putting it inside the stove. Ali finishes stacking the naan and ties up the cloth into a bundle. അലി എന്ത് ചെയ്യുന്നു, ആ നാൻ ഒരു ബണ്ടിലാക്കി ആ പലകയുടെ മുകളിൽ വിരിച്ചിരിക്കുന്ന തുണിയിൽ നാൻ അടുക്കി വെക്കുകയും എന്നിട്ട് അതിനൊരു ബണ്ടിലാക്കി ഒരു കൂട്ടമാക്കി എന്ത് ചെയ്യുന്നു, കെട്ടിയെടുക്കുകയും ചെയ്യുന്നു. അടുത്ത സീൻ 3, ഇത്രയുമാണ് സീൻ 2-ൽ പറയുന്നത്. അടുത്ത സീൻ 3, ദ ഫുട്പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി. ബേക്കറിക്ക് പുറത്തു നിന്നുള്ള ഫുട്പാത്തിൽ നിന്നുള്ള രംഗം. A small group of men are waiting in a queue outside the bakery to buy naan. നാൻ വാങ്ങുന്നതിന് വേണ്ടി ഒരു ചെറിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു, നാൻ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് കാത്തു നിൽക്കുന്നു. The outline of a building in the street is seen in the distance. Ali is seen coming out from the bakery into the footpath. The parcel of a naan in his right hand and the parcel of a shoes in his left hand. അപ്പോൾ എന്താണ്, അലി is seen coming out from the bakery into the footpath. അലി എന്ത് ചെയ്യുന്നുണ്ട്, ബേക്കറിക്കുള്ളിൽ നിന്ന് ഫുട്പാത്തിലേക്ക് നടന്നു വരുന്ന രംഗം കാണിക്കുന്നു. The parcel of a naan in his right hand, അവന്റെ റൈറ്റ് ഹാൻഡിലായിട്ട് നാൻ അടങ്ങിയ പാഴ്സലും and the parcel of shoes in his left, അവന്റെ ലെഫ്റ്റ് ഹാൻഡിൽ എന്തടങ്ങിയ പാഴ്സലും, ഷൂ അടങ്ങിയ ആ പാഴ്സലും ഇരിപ്പുണ്ട്. അതാണ് ആ രംഗത്തിൽ കാണിക്കുന്നത്. He crosses the pavement and walks into a vegetable store. അവൻ ആ നടപ്പാത കുറുകെ കടന്ന് എങ്ങോട്ട്, വെജിറ്റബിൾ സ്റ്റോറിന്റെ അടുത്തേക്ക് നടന്നു. He places the bundle of a naan on top of a pile of boxes of vegetables. അവൻ എന്ത് ചെയ്തു, He places the bundle of a naan on top of a pile of boxes of vegetables stacked in front of the shop. അപ്പോൾ ഷോപ്പിന്റെ ഫ്രണ്ടിൽ അടുക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ബോക്സിന്റെ മുകളിലായിട്ട് നാൻ അടങ്ങിയ പാഴ്സൽ വച്ചു. ആൻഡ് ദ ബാഗ് ഓഫ് ഷൂസ് ഇൻ ദ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ബോക്സസ്. രണ്ട് വെജിറ്റബിൾ ബോക്സുകൾ തമ്മിൽ ഉള്ള അല്ലെങ്കിൽ രണ്ട് വെജിറ്റബിൾ ബോക്സുകളുടെ ഗ്യാപ്പിന്റെ ഇടയിലായിട്ട് എന്ത് ചെയ്തു, ഷൂ അടങ്ങിയ പാഴ്സലും പറ്റുകയുണ്ടായി. ഓൺ ദ സൗണ്ട് ട്രാക്ക് എ ഹോക്കേഴ്സ് വോയിസ് ഈസ് ഹേർഡ്. പശ്ചാത്തലത്തിൽ സൗണ്ട് ട്രാക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാധനങ്ങൾ വിൽക്കുന്ന ഒരു വ്യക്തിയുടെ ശബ്ദം മുഴങ്ങി കേൾക്കുന്നു. സാൾട്ട് ഫോർ ട്രേഡ്. അപ്പൊ സാൾട്ട് ഉപ്പ് വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു സാധനങ്ങൾ വിൽക്കുന്ന ഒരു വ്യക്തിയുടെ സൗണ്ടും മുഴങ്ങി കേൾക്കുന്നു. ദ ഷോപ്പ് കീപ്പർ ഈസ് സീൻ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ കൗണ്ടർ. കൗണ്ടറിന്റെ പുറകുവശത്തായിട്ട് ആ ഷോപ്പ് കീപ്പർ നിൽക്കുന്ന രംഗവും കാണാനായി കഴിയുന്നുണ്ട്. അലി ടു ദ ഷോപ്പ് കീപ്പർ. അലി ഷോപ്പ് കീപ്പറിന്റെ അടുത്ത്. എന്താണ് അലി ഷോപ്പ് കീപ്പറിന്റെ അടുത്ത് പറയുന്നത്, അസ്സലാമു അലൈക്കും അക്ബറക്ക, ഐ നീഡ് സം പൊട്ടറ്റോസ്. എനിക്ക് കുറച്ച് പൊട്ടറ്റോസ്, ഉരുളക്കിഴങ്ങ് ആവശ്യമായിട്ടുണ്ട്. അക്ബർ ദ ഷോപ്പ് കീപ്പർ ഗീവ്സ് അലി എ സ്മോൾ ബ്ലാക്ക് ബാഗ് ടു പുട്ട് പൊട്ടറ്റോസ് ഇൻ. പൊട്ടറ്റോ പറക്കുന്നതിന് വേണ്ടിയിട്ട് ഷോപ്പ് കീപ്പറായ അക്ബർ അലിക്ക് ഒരു ചെറിയ കറുത്ത ബാഗ് നൽകി. അലി സ്റ്റാർട്ട്സ് പിക്കിംഗ് ദ ലാർജ് ഹോൾസം പൊട്ടറ്റോസ് ഇൻ എ ബോക്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹീപ്പ്. അവിടെ അടുക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ബോക്സിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ പൊട്ടറ്റോസ് നോക്കി എന്ത് ചെയ്യുന്നുണ്ട്, അലി എടുക്കുന്നു. അക്ബർ നോട്ട് ദോസ് കിഡ്, പിക്ക് സം ഡൗൺ ദെയർ. അതല്ല കുട്ടി, താഴെയിൽ നിന്ന് അടിയിൽ നിന്ന് എടുക്കുക. അപ്പം അലി എന്ത് ചെയ്യുന്നുണ്ട്, വെജിറ്റബിൾ ബോക്സിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ബോക്സിൽ നിന്ന് വലിയ പൊട്ടറ്റോസ് നോക്കി എടുക്കുകയും അത് കണ്ടുകൊണ്ട് ഷോപ്പ് കീപ്പറായ അക്ബർ എന്താണ് അലിയുടെ അടുത്ത് പറയുന്നത്, അതല്ല താഴെ നിന്ന് എടുക്കുക. അലി മൂവ്സ് ടു ഹിസ് റൈറ്റ്
squats down and fills the bag with smaller potatoes from a box on the floor. അപ്പോൾ തറയിലിരിക്കുന്ന ആ ഏറ്റവും അടിയിലിരിക്കുന്ന ബോക്സിൽ നിന്ന് ചെറിയ പൊട്ടറ്റോസ് എന്ത് ചെയ്യുന്നുണ്ട്, അലി പെറുക്കിയെടുക്കുന്നു. ക്ലോസപ്പ് ഓഫ് അലി പിക്കിംഗ് ദ പൊട്ടറ്റോസ്. അപ്പൊ അലി പൊട്ടറ്റോ പെറുക്കിയെടുക്കുന്നതിന്റെ ക്ലോസപ്പ് ദൃശ്യം. കട്ട് ടു വ്യൂ ഓഫ് ദ ഷോപ്പ് ഫ്രം ദ പാവ്മെന്റ്. ഇനി നടപ്പാതയിൽ നിന്നുള്ള ദൃശ്യമാണ് കാണിക്കുന്നത്. എന്താണ് കാണിക്കുന്നത്? എ മാൻ പുഷിംഗ് എ ഹാൻഡ് കാർ ഫിൽഡ് വിത്ത് ജങ്ക് എൻറ്റേഴ്സ് ദ ഫ്രെയിം ഫ്രം ദ റൈറ്റ് ആൻഡ് സ്റ്റോപ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്. അപ്പോൾ കുറച്ച് ജങ്കുമായിട്ട്, കുറച്ച് ഉപയോഗശൂന്യമായ ആക്രി വസ്തുക്കൾ, കുറച്ച് ഉപയോഗശൂന്യമായ വസ്തുക്കളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജങ്ക് കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ഷോപ്പിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് പ്രവേശിക്കുകയും ഷോപ്പിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ജങ്ക് കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗശൂന്യമായ വസ്തുക്കളുമായിട്ട്, ജങ്കുമായിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് പ്രവേശിച്ച് ഷോപ്പിന്റെ മുൻവശത്ത് വന്ന് നിന്നു. ദ ജങ്ക് കളക്ടർ. അപ്പൊ സാധനങ്ങൾ ശേഖരിക്കുന്ന ആ വ്യക്തി, ഉപയോഗശൂന്യമായ വസ്തുക്കൾ ശേഖരിക്കുന്ന വ്യക്തി, ലൗഡ്ലി ടു ദ ഷോപ്പ് കീപ്പർ. ഉച്ചത്തിൽ ഷോപ്പ് കീപ്പറിന്റെ അടുത്ത്, അസ്സലാമു അലൈക്കും വിത്ത് യുവർ പെർമിഷൻ. നിങ്ങളുടെ അനുവാദത്തോടു കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനുവാദത്തോടു കൂടി ഞാൻ ഇവിടെ കിടക്കുന്ന ഉപയോഗശൂന്യമായ ആക്രി വസ്തുക്കളെല്ലാം, ഉപയോഗശൂന്യമായ വസ്തുക്കളെല്ലാം നിങ്ങൾ അനുവാദത്തോടു കൂടി ഞാൻ എടുക്കുന്നു. ദ ജങ്ക് കളക്ടർ പിക്സ് അപ്പ് bundles of used polythene bags lying scattered on the floor near the boxes of vegetables. അപ്പൊ ആ വെജിറ്റബിൾസിന്റെ അടുത്തായിട്ട് തറയിൽ ചിന്നിച്ചിതറി കിടക്കുന്ന ഏത് പോളിത്തീൻ കവറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ആ ജങ്ക് കളക്ടർ പറക്കിയെടുക്കുകയും ആൻഡ് ത്രോസ് ദം ഇൻ ടു ദ കാർ. എന്നിട്ട് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ വണ്ടിയിലേക്ക് ഇട്ടു. ഹി സീസ് അലീസ് പാർസൽ ഓഫ് ഷൂസ്. അദ്ദേഹം എന്ത് ചെയ്തു, ആ ജങ്ക് കളക്ടർ അലിയുടെ പാഴ്സൽ അടങ്ങിയ ഷൂ കണ്ടു. അലിയുടെ ഷൂ അടങ്ങിയ ആ പാഴ്സൽ കണ്ടു. ടേക്കിംഗ് ഇറ്റ് ഫോർ ജങ്ക്. അത് ജങ്ക് ആണെന്ന്, അത് ഉപയോഗശൂന്യമായ വസ്തുവാണെന്ന് കരുതി ഹി പിക്സ് ഇറ്റ് അപ്പ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദി കാർ. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ആ വണ്ടിക്കുള്ളിലേക്ക് ഇട്ടു. അപ്പം നമ്മുടെ ജങ്ക് കളക്ടർ നോക്കിയപ്പോൾ അലിയുടെ ഷൂ അടങ്ങിയ പാഴ്സൽ അവിടെ കിടക്കുന്നത് കാണുകയും അത് ഉപയോഗശൂന്യമായ വസ്തുവാണ് എന്ന് കരുതി എന്ത് ചെയ്തു, അദ്ദേഹം എടുത്ത് അദ്ദേഹത്തിന്റെ വണ്ടിക്കുള്ളിലേക്ക് ഇട്ടു. ദ ജങ്ക് കളക്ടർ ഗുഡ് ബൈ. അക്ബർ ഗുഡ് ബൈ. അപ്പൊ ജങ്ക് കളക്ടർ എന്ത് ചെയ്തു, അക്ബറിന്റെ അടുത്ത് ഗുഡ് ബൈ പറഞ്ഞ് പോവുകയും ചെയ്തു. ദ ജങ്ക് കളക്ടർ ലീവ്സ്. അവിടെ നിന്ന് പോവുകയും ചെയ്തു. കട്ട് ടു വ്യൂ ഫ്രം ഇൻസൈഡ് ദ ഷോപ്പ്. ഇനി കാണിക്കുന്നതാണ് ഇൻസൈഡ്, ഷോപ്പിനുള്ളിൽ നിന്നുള്ള രംഗമാണ് കാണിക്കുന്നത്. അക്ബർ ഈസ് ഓൺ ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ഫ്രെയിം കൗണ്ടിങ് മണി. അപ്പൊ ആ ഫ്രെയിമിന്റെ ലെഫ്റ്റ് എഡ്ജിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അക്ബർ പൈസ എണ്ണുന്ന ദൃശ്യമാണ് കാണിക്കുന്നത്. കട്ട് ടു അലി ഫില്ലിംഗ് ഹിസ് ബാഗ് വിത്ത് പൊട്ടറ്റോസ്. അലി എന്ത് ചെയ്തു, ആ പൊട്ടറ്റോസ് ആ കൊടുത്ത നേരത്തെ അക്ബർ കൊടുത്ത ബാഗിനുള്ളിൽ നിറച്ചു. അലി ഫിനിഷസ് ഫില്ലിംഗ് ദ ബാഗ് ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ടു അക്ബർ ഫോർ വെയിങ്. അപ്പം പൊട്ടറ്റോ ആ കവറിനുള്ളിൽ നിറച്ചതിന് ശേഷം എന്ത് ചെയ്തു, അത് തൂക്കി നോക്കുന്നതിന് വേണ്ടിയിട്ട് അലി അക്ബറിന് നൽകി. അക്ബർ ഹോൾഡ്സ് ദ ബാഗ് ഇൻ ഹിസ് ഹാൻഡ് ടു ഫീൽ ദ വെയിറ്റ് ഫോർ എ മൊമെന്റ് ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ബാക്ക് ടു അലി. അക്ബർ എന്ത് ചെയ്തു, അത് കയ്യിൽ വെച്ച് തൂക്കി നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, തിരിച്ച് അലിക്ക് നൽകുന്നു. അപ്പൊ അദ്ദേഹം കയ്യിൽ വെച്ചൊന്ന് അതിന്റെ വെയിറ്റ് എത്രയാണ് നോക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അലിക്ക് നൽകുകയും ചെയ്യുന്നു. അക്ബർ 65 ടൗമൻസ്. അപ്പൊ എത്ര രൂപയായി, മൊത്തം 65 ടൗമൻസ്. അലി മൈ മാം സെഡ് ടു പുട്ട് ഇറ്റ് ഇൻ അവർ ടാബ്. എന്തിൽ എഴുതാനായിട്ട്, ടാബ്, പറ്റിൽ എഴുതിക്കൊള്ളാനായിട്ട് അമ്മ പറഞ്ഞു. അപ്പൊ അലി അക്ബറിന്റെ അടുത്ത് പറയുന്നത് എന്താണ്, ഇതുകൂടി പറ്റിൽ എഴുതാനായിട്ട് അമ്മ പറഞ്ഞു. അക്ബർ ടെൽ ഹർ യുവർ അക്കൗണ്ട് ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് ലിമിറ്റ്. അക്കൗണ്ട് പരിധി കഴിഞ്ഞു എന്ന്, പരിധിയിലെത്തി എന്ന് അമ്മയുടെ അടുത്ത് പറയുക. ഷീ ഷുഡ് പേ അറ്റ്ലീസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. കുറച്ചെങ്കിലും നൽകാനായിട്ടും അമ്മയുടെ അടുത്ത് പറയുക. അപ്പം പരിധി കഴിഞ്ഞു, അതുകൊണ്ട് പറ്റ് കൂടുതലായി, അതുകൊണ്ട് കുറച്ചെങ്കിലും, അതിൽ കുറച്ച് പൈസയെങ്കിലും നൽകാനായിട്ട് അമ്മയുടെ അടുത്ത് പറയാനായി അക്ബർ ആരെടുത്ത് പറഞ്ഞു, അലിയുടെ അടുത്ത് പറയുകയും ചെയ്തു. അലി ഓൾ റൈറ്റ്, ശരി. അലി ടേൺസ് ടു ഗോ. അലി എന്ത് ചെയ്തു, പോകുന്നതിന് വേണ്ടി, അവിടെ നിന്ന് പോകുന്നതിന് വേണ്ടി പൊട്ടറ്റോയും വാങ്ങി പോകുന്നതിന് വേണ്ടി തിരിഞ്ഞു. കട്ട് വ്യൂ ഫ്രം ഔട്ട്സൈഡ് ദി ഷോപ്പ്. ഇനി കാണിക്കുന്നത് എന്താണ്, ഷോപ്പിന് പുറത്തു നിന്നുള്ള രംഗം. ഹി ഗോസ് ടു ദ പൈൽ ഓഫ് ബോക്സസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ് ആൻഡ് പിക്സ് ദ ബണ്ടിൽ ഓഫ് നാൻ ആൻഡ് ദെൻ ലുക്സ് ഫോർ ദ ബാഗ്സ് ഓഫ് ഷൂസ്. ഹി ഗോസ് ടു ദ പൈൽ ഓഫ് ബോക്സസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്. അപ്പൊ അവിടെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഏത് ആ ബോക്സുകളുടെ കൂട്ടത്തിന്റെ അടുത്തേക്ക്, അപ്പം പച്ചക്കറി അടങ്ങിയ ആ ബോക്സ് അവിടെ അടുക്കി വെച്ചിരിക്കുന്നു, അതിന്റെ അടുത്തേക്ക് നമ്മുടെ അലി നടന്നുപോയി. ആൻഡ് പിക്സ് ദ ബണ്ടിൽ ഓഫ് നാൻ. എന്നിട്ട് എന്ത് ചെയ്തു, ആ നാൻ അടങ്ങിയ പാഴ്സൽ അവിടെ നിന്ന് എടുത്തു. ദെൻ ലുക്സ് ഫോർ ദ ബാഗ്
ഓഫ് ഷൂസ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആ ഷൂ അടങ്ങിയ പാഴ്സൽ തിരഞ്ഞു. അണേബിൾ ടു ഫൈൻഡ് ഇറ്റ്, കണ്ടെത്താൻ ആകാതെ വന്നപ്പോൾ ഹി പ്ലേസസ് ദ ബാഗ് ഓഫ് നാൻ അറ്റോപ്പ് ദ വെജിറ്റബിൾ ബോക്സസ്. എന്ത് ചെയ്തു? നാൻ അടങ്ങിയ പാഴ്സല് എന്ത് ചെയ്തു? വെജിറ്റബിൾ ബോക്സിന്റെ മുകളിൽ വെച്ചിട്ട് ആൻഡ് ബിഗിൻസ് ടു സെർച്ച് അണ്ടർനീത്ത്. അവൻ എന്ത് ചെയ്തു? അടിയിലെല്ലാം പരിശോധിച്ചു. അപ്പൊ അവന്റെ ഷൂ അടങ്ങിയ പാഴ്സൽ കണ്ടില്ല. അത് കാണാതായപ്പോൾ എന്ത് ചെയ്തു? അവൻ ആ ബോക്സിന്റെ അടിയിലെല്ലാം അന്വേഷിച്ചു. ഫസ്റ്റ് ഹി പുട്സ് ഹിസ് ഹാൻഡ്, ആദ്യം എന്ത് ചെയ്തു? കൈയിട്ട് നോക്കി. ആൻഡ് ദെൻ ഹിസ് ഹെഡ് ഇൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ബോക്സസ് ഓഫ് വെജിറ്റബിൾസ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ വെജിറ്റബിൾ ബോക്സിന്റെ ഗ്യാപ്പിലേക്ക് എന്ത് ചെയ്തു? അവൻ തലയിട്ടുമെല്ലാം നോക്കി. വിച്ച് അപ്സെറ്റ്സ് ദം ഓൾ, എന്നിട്ടോ അതെല്ലാം അവൻ എന്ത് ചെയ്തു? അവിടെ തട്ടിമറിച്ചിടുകയും ചെയ്തു. ദ വെജിറ്റബിൾ ബോക്സ് ടംബിൾ ആൻഡ് വെജിറ്റബിൾ സ്കാറ്റർ ഓൺ ദ ഗ്രൗണ്ട്. വെജിറ്റബിൾ ബോക്സ് മറിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? ആ വെജിറ്റബിൾസ് എല്ലാം തറയിൽ എന്ത് ചെയ്തു? നിരത്തിയിടുകയൊക്കെ ചെയ്തു. ഓൺ ഹിയറിംഗ് ദ സൗണ്ട് അക്ബർ കംസ് റണ്ണിംഗ് ഫ്രം ഇൻസൈഡ് ദ ഷോപ്പ് ആൻഡ് സീസ് ദ വെജിറ്റബിൾസ് thrown ഓൺ ദ ഗ്രൗണ്ട്. ഈ ശബ്ദം കേട്ട്, ആ വെജിറ്റബിൾ ബോക്സ് മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് എന്ത് ചെയ്തു? ഷോപ്പിനുള്ളിലിരുന്ന അക്ബർ പുറത്തേക്ക് ഓടിക്കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണ്? വെജിറ്റബിൾസ് മുഴുവൻ എന്ത് ചെയ്യുന്നു? തറയിൽ നിരന്നു കിടക്കുന്നു. അക്ബർ അനോയിഡ്, ഇത് കണ്ട് അക്ബർ എന്ത് ചെയ്തു? ദേഷ്യത്തോടുകൂടി. വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത്? വൈ ഡിഡ് യു സ്പിൽ ദീസ്, നീ ഇതെല്ലാം എന്തിനിവിടെ മറിച്ചിട്ടു? ആർ യു ക്രേസി, നിനക്ക് ഭ്രാന്താണോ? ഈ സാധനങ്ങളെല്ലാം, എന്റെ വെജിറ്റബിൾസ് എല്ലാം നീ എന്തിനിവിടെ മറിച്ചിട്ടു? നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നിനക്ക് ഭ്രാന്താണോ? അലി ലുക്കിംഗ് അറ്റ് ഹിം വിത്ത് ഗിൽറ്റ്, അലി എന്ത് ചെയ്തു? കുറ്റബോധത്തോടു കൂടി അദ്ദേഹത്തെ തന്നെ, അക്ബറിനെ തന്നെ നോക്കി. എന്നിട്ട് അലി പറഞ്ഞ എന്താണ്? മൈ സിസ്റ്റേഴ്സ് ഷൂ ഹാവ് ഡിസപ്പിയർഡ്, എന്റെ സിസ്റ്ററിന്റെ ഷൂ കാണാനില്ല. അപ്പൊ ഇവിടെ വെച്ചിരുന്ന സിസ്റ്ററിന്റെ ഷൂ കാണാനില്ല. അക്ബർ ഗെറ്റ് ലോസ്റ്റ് ബീറ്റ് ഇറ്റ്, അക്ബർ പറഞ്ഞ എന്താണ്? ഇവിടെ നിന്ന് പോയിക്കോളണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ബീറ്റ് ചെയ്യും, അടിക്കും. അലി ഐ ലെഫ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹിയർ, ഇവിടെയാണ് ഞാൻ എന്റെ സിസ്റ്ററിന്റെ ഷൂ വെച്ചത്, അതിപ്പോൾ കാണാനില്ല. അക്ബർ ഐ സെഡ് ഗെറ്റ് ലോസ്റ്റ്, അക്ബർ പറഞ്ഞതാണ്? ഞാൻ നിന്റെ അടുത്ത് ഇവിടുന്ന് പോകാനായി പറഞ്ഞു. ബാഗ്സ് ഹിസ് ഫിസ്റ്റ് ഓൺ ദ പൈൽ ഓഫ് ബോക്സസ്, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ കൈയുടെ മുഷ്ടി ചുരുട്ടി എന്ത് ചെയ്യുന്നു? ബോക്സുകൾ ആ വെജിറ്റബിൾ ബോക്സിന്റെ മുകളിൽ ഇടിക്കുന്നു. അലി റൺസ് അവേ സ്കേർഡ്, ഇത് കണ്ടതും അലി എന്ത് ചെയ്തു? പേടിച്ച് അവിടെ നിന്ന് ഓടുകയും ചെയ്തു. ഇനി അടുത്തത് സീൻ 4. അപ്പൊ ഇത്രയുമാണ് സീൻ 3 പറഞ്ഞത്. ഇനി സീൻ 4. ഇനി സീൻ 4 കാണിക്കുന്ന എവിടെയാണ്? അലീസ് ഹൗസ്. അപ്പൊ അലിയുടെ വീട്ടിൽ നിന്നുള്ള രംഗമാണ് സീൻ 4 കാണിക്കുന്നത്. അപ്പം ആ വെജിറ്റബിൾ ഷോപ്പിൽ നിന്നുള്ള രംഗമെല്ലാം കഴിഞ്ഞു. ഇനി 4ാമത്തെ രംഗത്തില് അലിയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യമാണ് കാണിക്കുന്നത്. മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് അലി ആൻഡ് ഹിസ് സിസ്റ്റർ സഹറ റീഡിംഗ് ദെയർ ടെക്സ്റ്റ് ബുക്ക് നീലിംഗ് ഓൺ ദ മാട്രസ്. ഇപ്പം തറയിൽ വിരിച്ചിരിക്കുന്ന ഒരു പരമ്പിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അലിയും അലിയുടെ സിസ്റ്ററായ സഹറയും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്ന ദൃശ്യമാണ് കാണിക്കുന്നത്. എ ബാബീസ് ക്രൈ ഈസ് ഹേർഡ് ഫെയിൻറ്റ്ലി ഓൺ ദ സൗണ്ട് ട്രാക്ക്. സൗണ്ട് ട്രാക്കിലെ ഒരു കൊച്ചു കുട്ടിയുടെ ശബ്ദവും കേൾക്കുന്നു. ദ ക്യാമറ ക്ലോസസ് ഇൻ ഓൺ സഹറ ഹു ഈസ് റൈറ്റിംഗ് ഇൻ എ നോട്ട്ബുക്ക്. അപ്പം നമ്മുടെ സഹറ നോട്ട്ബുക്കിൽ എഴുതുന്നതിന്റെ ക്ലോസ് അപ്പ് ദൃശ്യം. മംബ്ലിംഗ് ദ വേർഡ്സ് ആസ് ഷീ റൈറ്റ്സ്. അവൾ എഴുതുന്നതോടൊപ്പം തന്നെ ആ വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മംബിൾ ചെയ്യുകയും ഉരുവിടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ചെറുതായിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ടാണ് ആരെഴുതുന്നത്? നമ്മുടെ സഹറ എഴുതുന്നത്. അതിന്റെ എന്ത് ദൃശ്യമാണ് കാണിക്കുന്നത്. അലി ഹൗ ആം ഐ ഗോയിങ് ടു സ്കൂൾ വിത്തൗട്ട് ഷൂസ്. അപ്പൊ എന്താണ് നമ്മുടെ സഹറ എഴുതുന്നത്? അലി, ഞാൻ ഷൂ ഇല്ലാതെ എങ്ങനെ സ്കൂളിൽ പോകും? ദ ക്യാമറ മൂവ്സ് ബാക്ക് ടു മിഡിൽ ഡിസ്റ്റൻസ്. നൗ ബോത്ത് സഹറ ആൻഡ് അലി ആർ ഇൻ ദ ഫ്രെയിം. ഇപ്പോൾ കാണിക്കുന്ന ആരൊക്കെയാണ്? ആ ക്യാമറയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഫ്രെയിമിൽ ആരെയൊക്കെയാണ് കാണുന്നത്? നമ്മുടെ സഹറയും അലിയെയുമാണ് ഇപ്പോൾ ആ ഫ്രെയിമിൽ കാണിക്കുന്നത്. Their parents' conversation on the other end of the room is heard on the soundtrack. അപ്പോൾ സൗണ്ട് ട്രാക്കിൽ മറ്റൊരു മുറിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സഹറയുടെയും അലിയുടെയും രക്ഷകർത്താക്കളുടെ ശബ്ദം കേൾക്കുന്നു. Interspersed with the sound of a hammer banging. ഇടവിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഹാമർ കൊണ്ട് അടിക്കുന്ന ശബ്ദവും മുഴങ്ങി കേൾക്കുന്നു. അപ്പം ആളിനെ കാണിക്കുന്നില്ല, എന്തെങ്കിലും അവരുടെ ശബ്ദം മാത്രം കേൾക്കുന്നു. മദർ ഓഫ് സ്ക്രീൻ. അപ്പൊ അമ്മ സ്ക്രീനിൽ ഇല്ലാതെ, ഓഫ് സ്ക്രീൻ, സ്ക്രീനിൽ കാണിക്കുന്നില്ല, സ്ക്രീനില്ലാതെ അമ്മയുടെ ശബ്ദം മാത്രം കേൾക്കുന്നു. അമ്മ എന്താണ് പറയുന്നത്? ഗോ ടു യുവർ കമ്പനി സ്റ്റോർ ടുമാറോ. നിങ്ങൾ നാളെ തന്നെ കമ്പനിയുടെ സ്റ്റോറിൽ പോകണം. വി ഡോണ്ട് ഹാവ് എനി ഫോർമുല ലെഫ്റ്റ്. ഇവിടെ കുട്ടികൾക്കുള്ള
ഭക്ഷണമൊന്നും അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാര സാധനങ്ങളൊന്നും തന്നെ ഇരിപ്പില്ല, അതെല്ലാം തീർന്നു. അതുകൊണ്ട് നാളെ തന്നെ നിങ്ങൾ എന്ത് വേണം, കമ്പനിയിൽ പോകണം. സഹറ പാസസ് ഹർ നോട്ട്ബുക്ക് ടു അലി. സഹറ എന്ത് ചെയ്തു, അവളുടെ നോട്ട്ബുക്ക്, നേരത്തെ എഴുതിയ നോട്ട്ബുക്ക്, എഴുതിക്കൊണ്ടിരുന്ന നോട്ട്ബുക്ക് അലിക്ക് കൈമാറി. ഫാദർ ഓഫ് സ്ക്രീൻ. അച്ഛൻ വീണ്ടും സ്ക്രീൻ ഇല്ലാതെ, അച്ഛന്റെ ശബ്ദം മാത്രം. ഡോണ്ട് വറി, നീ വിഷമിക്കണ്ട. ഫാദർ ഓഫ് സ്ക്രീൻ, വീണ്ടും അച്ഛന്റെ ശബ്ദമാണ്. എന്ത്, സ്ക്രീനിൽ അച്ഛനെ കാണിക്കുന്നില്ല, ശബ്ദം മാത്രം കേൾക്കുന്നു. അച്ഛൻ എന്താണ് പറയുന്നത്? റഹിമക്കാസ് വൈഫ് ഹാഡ് എ സ്ലിപ്ഡ് ഡിസ്ക്. റഹിമക്കാടെ വൈഫിന്റെ എന്താണ്, ഡിസ്കിന് പ്രോബ്ലം ഉണ്ട്. സർജറി മെയ്ഡ് ഇറ്റ് വാട്സ്. എന്ത് ചെയ്തു, ശസ്ത്രക്രിയ, സർജറി എന്ത് ചെയ്തു, അവരുടെ അവസ്ഥ കൂടുതൽ മോശമാക്കി. അപ്പം റഹിമക്കായുടെ വൈഫിന്റെ ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട്, അവർ സർജറി ചെയ്തു. സർജറി ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അവരുടെ അവസ്ഥ കൂടുതൽ മോശമാവുകയും ചെയ്തു. ആൾട്ടർനേറ്റ് ക്ലോസപ്സ് ഓഫ് അലി ആൻഡ് സഹറ ലിസണിംഗ് ടു ദെയർ പേരൻസ് കോൺവെർസേഷൻ ആൻഡ് ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. അപ്പൊ അലിയും സഹറയും അവരുടെ രക്ഷകർത്താക്കളുടെ സംസാരം കേൾക്കുന്നതിന്റെ ഒന്നിടവിട്ടുള്ള എന്ത്, ക്ലോസപ്പ് ദൃശ്യം. സംസാരം കേൾക്കുകയും അതോടൊപ്പം തന്നെ അവർ പരസ്പരം നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം സംസാരം കേൾക്കുകയും പരസ്പരം നോക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഇടവിട്ടുള്ള ക്ലോസപ്പ് ദൃശ്യമാണ് കാണിക്കുന്നത്. കട്ട് ടു മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് മദർ ലൈയിങ് ഓൺ എ ബെഡ് ടുവാർഡ്സ് ദ ലെഫ്റ്റ് ഓഫ് ദ ഫ്രെയിം ലീനിങ് ബാക്ക് അഗെയിൻസ്റ്റ് ടു പ്രോപ്ഡ് അപ്പ് പില്ലോസ്. അപ്പം പുറകുവശത്ത് തലയിണ ചാരി വെച്ച് അതിലേക്ക് അമ്മ ചാരി ഇരിക്കുന്നതിന്റെ ദൃശ്യം. ഫാദർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ ബിയോണ്ട് ദ ബെഡ് നിയർ ദ വാൾ ചോപ്പിംഗ് വുഡൻ ഫ്ലിൻസ് വിത്ത് എ ഹാമർ ഓൺ എ ബ്ലോക്ക്. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, അമ്മയുടെ അരികിലായിട്ട് ചുവരിനോട് ചേർന്ന്, ഒരു കസേരയിൽ ചുവരിനോട് ചേർന്നിരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹാമർ കൊണ്ട് അടിക്കുന്ന ശബ്ദവും കാണാം. ബിഹൈൻഡ് ഹിം ആർ ടു ലെഡ്ജസ് ഓൺ വിച്ച് ആർ സീൻ സം വെസൽസ് ആൻഡ് ക്ലോത്ത്സ്. അച്ഛന്റെ പുറകുവശത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കാണുന്ന ഒരു ഷെൽഫില് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പാത്രങ്ങളും തുണികളും ഇരിക്കുന്നതും ആ ദൃശ്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഫാദർ യു ഷുഡ് ലേൺ ടു ലിവ് വിത്ത് ഇറ്റ്. അച്ഛൻ അമ്മയുടെ അടുത്ത് പറയുന്നത് എന്താണ്, നീ ഇതുമായിട്ട് ജീവിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ഏതുമായിട്ട്? അപ്പൊ അവരുടെ ഡിസ്കിന് പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം വെച്ചുകൊണ്ട് നീ ഭാവിയിൽ അങ്ങോട്ട് ജീവിക്കാനായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. Cut to close-up of Ali reading from the book Zahra has passed on to him. അപ്പൊ അടുത്ത കാണിക്കുന്നതാണ് ക്ലോസപ്പ് ഓഫ് അലി റീഡിംഗ് ഫ്രം ദ ബുക്ക് സഹ്റ ഹാസ് പാസ്ഡ് ഓൺ ടു ഹിം. സഹ്റ അലിക്ക് കൈമാറിയ പുസ്തകം എന്ത് ചെയ്യുന്നുണ്ട്, ആർക്ക്, അലിക്ക് കൈമാറിയ പുസ്തകം അലി വായിക്കുന്നതിന്റെ ക്ലോസപ്പ് ദൃശ്യം. അപ്പൊ നേരത്തെ എന്തൊക്കെയോ നമ്മുടെ സഹ്റ എഴുതി അലിക്ക് നൽകി. എന്താണ്, ഞാനിങ്ങനെ ഷൂ ഇല്ലാതെ എങ്ങനെ സ്കൂളിൽ പോകുമെന്ന് എഴുതി അലിക്ക് നൽകി. അതെന്ത് ചെയ്യുന്നുണ്ട്, അലി വായിക്കുന്നതിന്റെ ക്ലോസപ്പ് ദൃശ്യം. മദർ ഓഫ് സ്ക്രീൻ വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഡു നത്തിങ് ഓൾ ഡേ. ഞാൻ ദിവസം ഒന്നും തന്നെ ചെയ്യുന്നില്ലേ. അപ്പൊ ഇതിനകത്ത് അലി സ്റ്റാർട്ട്സ് റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. അലി എന്ത് ചെയ്യുന്നുണ്ട്, ആ നോട്ട്ബുക്കിൽ എഴുതാനായി തുടങ്ങുന്നു. ഫാദർ ഓഫ് സ്ക്രീൻ വെൽ ദ ഡോക്ടർ ഹാസ് ഫോർബിഡൻ വർക്ക്. അപ്പൊ ഡോക്ടർ ജോലി ചെയ്യുന്നതിൽ നിന്ന് നിന്നെ വിലക്കിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ശസ്ത്രക്രിയയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ അതിനകത്ത് യഥാർത്ഥ താല്പര്യം ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അച്ഛൻ എന്ത് ചെയ്യുന്നത്, നേരത്തെ അമ്മയുടെ അവസ്ഥയൊക്കെ പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അച്ഛൻ അതിന് എതിരായിട്ടൊക്കെ പറയുന്നത്. അപ്പൊ അമ്മയുടെ വിചാരം എന്താണ്, ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതെല്ലാം രോഗമെല്ലാം ഭേദമാവും. പക്ഷെ അച്ഛന്റെ കയ്യിൽ അതിനുള്ള വരുമാനമില്ല. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ തടസ്സപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അലി റൈറ്റ്സ് യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പേഴ്സ് mumbling the words as he writes and passes the notebook to Zahra. അപ്പൊ അലി എന്താണ്, അലി സഹ്റയ്ക്ക് എഴുതി നൽകുന്നതാണ്. അലി റൈറ്റ്സ് യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പേഴ്സ് mumbling the words as he writes and passes the notebook to Zahra. അപ്പൊ എന്ത് ചെയ്തു, നിനക്ക് സ്ലിപ്പേഴ്സും ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകാനായിട്ട് കഴിയും. അത് എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, അത് സഹ്റയ്ക്ക് കൈമാറുന്നു. ക്ലോസപ്പ് ഓഫ് ദ നോട്ട്ബുക്ക്. എന്തിന്റെ, നോട്ട്ബുക്കിന്റെ ക്ലോസപ്പ് ദൃശ്യം. മദർ ഓഫ് സ്ക്രീൻ. അമ്മ സ്ക്രീനിൽ ഇല്ലാതെ, അമ്മയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ, അമ്മയെ കാണിക്കുന്നില്ല. അപ്പൊ ഇവിടെ കാണിക്കുന്ന ആരെയാണ്, ആ നോട്ട്ബുക്കിന്റെ ക്ലോസപ്പ് ദൃശ്യമൊക്കെയാണ് കാണിക്കുന്ന. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്രീനിൽ ഇല്ലാതെ അമ്മയുടെ ശബ്ദവും കേൾക്കുന്നുണ്ട്. കൊക്കാബ് കനോംസ് സിസ്റ്റർ ഹാഡ് സർജറി ആൻഡ് ഷീ ഈസ് ഫൈൻ. അപ്പൊ അമ്മ പറയുന്നത് എന്താണ്, കൊക്കാബ് കനോംസിന്റെ സിസ്റ്ററിന്
സർജറി നടത്തി. ഇപ്പോൾ അവരുടെ അസുഖം ഭേദമാവുകയും ചെയ്തു. അപ്പൊ നേരത്തെ ഉള്ള സംഭാഷണത്തിന്റെ ബാക്കിയായി. കട്ട് ടു ക്ലോസ് അപ്പ് ഓഫ് സഹറ ടേക്കിംഗ് ദ നോട്ട്ബുക്ക് ആൻഡ് റീഡിംഗ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ഇറ്റ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അലി എന്താണോ എഴുതി കൊടുത്തത് അത് ആര് വായിക്കുന്നുണ്ട്? നമ്മുടെ സഹറ വായിക്കുന്നതിന്റെ ദൃശ്യം. ഫാദർ ഓഫ് സ്ക്രീൻ, ഫാദർ സ്ക്രീൻ ഇല്ലാതെ, വീണ്ടും അച്ഛന്റെ ശബ്ദം മാത്രം. നമ്മൾ കാണിക്കുന്നത് എന്താണ്? നമ്മുടെ സഹറയും അലിയുമാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അച്ഛന് സ്ക്രീനിൽ അച്ഛനില്ല, അച്ഛന്റെ ശബ്ദം മാത്രം കേൾക്കുന്നു. എന്താണ് അച്ഛൻ പറയുന്നത്? ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് സർജറി. നീ എന്ത് ചെയ്യണ്ട? സർജറിയെ കുറിച്ച് ചിന്തിക്കണ്ട. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛന്റെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ്, അമ്മയെ ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ട് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അച്ഛനെല്ലാം എതിരായിട്ട് പറയുന്നത്. ആൾട്ടർനേറ്റ് ക്ലോസപ്സ് ഓഫ് സഹറ ആൻഡ് അലി ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. സഹറയും അലിയും പരസ്പരം നോക്കുന്നതിന്റെ ഇടവിട്ടുള്ള ദൃശ്യം. ഫാദർ ഓഫ് സ്ക്രീൻ, വീണ്ടും അച്ഛൻ സ്ക്രീൻ ഇല്ലാതെ അച്ഛന്റെ ശബ്ദം മാത്രം കേൾക്കുന്നു. എന്താണ് അച്ഛൻ പറയുന്നത്? ഐ ഡോണ്ട് വാണ്ട് യു ടു ബിക്കം ക്രിപ്പിൾഡ്. നിന്നെ ഒരു മുടന്തിയായി കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അച്ഛൻ വീണ്ടും അമ്മയുടെ അടുത്ത് പറയുന്നതാണ്, അഥവാ സർജറി നടത്തി കഴിഞ്ഞാൽ നീ മുടന്തുള്ളവളായി തീരും, അതുകൊണ്ട് നിന്നെ മുടന്തിയായി കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കട്ട് ടു ക്ലോസ് അപ്പ് ഓഫ് സഹറ റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. എന്താണ്? സഹറ നോട്ട്ബുക്കിൽ എഴുതുന്നതിന്റെ ക്ലോസപ്പ് ദൃശ്യം. മംബ്ലിംഗ് ആസ് ഷു റൈറ്റ്സ്. എഴുതുന്നതോടൊപ്പം തന്നെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ എഴുതുന്ന കാര്യങ്ങൾ മംബിൾ ചെയ്യുകയും ചെറിയ ശബ്ദം താഴ്ത്തി പറയുകയും ചെയ്യുന്നു. എന്താണ് എഴുതുന്നത്? അലി, യു ഹാവ് സം നെർവ്, യു ലോസ്റ്റ് മൈ ഷൂസ്. നീ എന്ത് ചെയ്തു അലി? നീ എന്റെ ഷൂ നഷ്ടപ്പെടുത്തി. ഐ വിൽ ടെൽ ഡാഡ്. ഞാൻ ഡാഡിന്റെ അടുത്ത്, അച്ഛന്റെ അടുത്ത് പറയും. ക്വിക്ക് ക്ലോസപ്പ് ഓഫ് അലി ലുക്കിംഗ് അറ്റ് സഹറ. അലി സഹറയെ വേഗതയിൽ നോക്കുന്നതിന്റെ ക്ലോസപ്പ് ദൃശ്യം. ഷീ പാസസ് ദ നോട്ട്ബുക്ക് ടു അലി. എന്നിട്ട് എന്ത് ചെയ്തു? അവൾ സഹറ ഈ കാര്യങ്ങളെല്ലാം എഴുതിയതിനു ശേഷം ആ നോട്ട്ബുക്ക് അലിക്ക് കൈമാറി. ക്ലോസപ്പ് ഓഫ് ദ നോട്ട്ബുക്ക്. പിന്നെ കാണിക്കുന്നത് എന്താണ്? നോട്ട്ബുക്കിന്റെ ക്ലോസപ്പ് ദൃശ്യം. ദ കോൺവെർസേഷൻ ഓഫ് ദെയർ പേരൻസ് കണ്ടിന്യൂസ് ഓൺ ദ സൗണ്ട് ട്രാക്ക്. ഇപ്പം സൗണ്ട് ട്രാക്കില് അവരുടെ രക്ഷകർത്താക്കളുടെ സംഭാഷണം തുടരുന്നു. നൗ ലെസ് ഓഡിയബിൾ. എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ശബ്ദം താഴ്ത്തി ചെറിയ തോതിൽ അവരുടെ രക്ഷകർത്താക്കളുടെ സംസാരം കേൾക്കാനായി കഴിയുന്നുണ്ട്. ഇന്റർസ്പേഴ്സ്ഡ് ബൈ ദ ബീറ്റ് ഓഫ് ദ ഹാമർ ഓൺ ദ ബ്ലോക്ക്. അതോടൊപ്പം തന്നെ ഇടവിട്ട് ഹാമർ കൊണ്ട് അടിക്കുന്ന ശബ്ദവും മുഴങ്ങി കേൾക്കുന്നു. ഇതെല്ലാം വളരെ ശബ്ദം താഴ്ന്നാണ് കേൾക്കുന്നത്. ക്ലോസപ്പ് ഓഫ് അലി റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. അടുത്ത എന്താണ്? അലി നോട്ട്ബുക്കിൽ എഴുതുന്നതിന്റെ ക്ലോസപ്പ് ദൃശ്യം. ടു ക്ലോസപ്സ് ഓഫ് ഫാദർ വർക്കിംഗ് ഓൺ ദി അതർ എൻഡ് ഓഫ് ദ റൂം ലുക്കിംഗ് അറ്റ് ദ ക്യാമറ interspersed with the close-ups of Ali and Zahra and a middle range shot showing them. അപ്പോൾ എന്താണ്? ഇനി രണ്ട് ക്ലോസപ്പ് ദൃശ്യമാണ് കാണിക്കുന്നത്. ടു ക്ലോസപ്സ് ഓഫ് ഫാദർ വർക്കിംഗ് ഓൺ ദ അതർ എൻഡ് ഓഫ് ദ റൂം ലുക്കിംഗ് അറ്റ് ദ ക്യാമറ. എന്ത് ചെയ്യുന്നുണ്ട്? ക്യാമറയെ നോക്കി, മറ്റൊരു മുറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാമറയെ നോക്കി ഇരുന്നുകൊണ്ട് ക്യാമറയെ നോക്കി നമ്മുടെ അലിയുടെയും സഹറയുടെയും അച്ഛൻ ജോലി ചെയ്യുന്നതിന്റെ ക്ലോസപ്പ് ദൃശ്യം. ഇന്റർസ്പെഴ്സ്ഡ് വിത്ത് ദ ക്ലോസപ്സ് ഓഫ് അലി ആൻഡ് സഹറ ആൻഡ് എ മിഡിൽ റേഞ്ച് ഷോട്ട് ഷോയിങ് ദം. അതോടൊപ്പം തന്നെ അലിയുടെയും സഹറയുടെയും മിഡിൽ റേഞ്ച് ഷോട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ദൃശ്യമാണ് അതിനകത്ത് കാണിക്കുന്നത്. അലി റൈറ്റ്സ് ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ഇറ്റ് ടു സഹറ. അലി നോട്ട്ബുക്കിൽ എന്തോ എഴുതിയതിനു ശേഷം അത് സഹറയ്ക്ക് കൈമാറി. സഹറ റീഡ്സ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ദ നോട്ട്ബുക്ക് ഇൻ എ വിസ്പർ. അപ്പൊ എന്താണ്? അലി എഴുതിയത് സഹറ എന്ത് ചെയ്യുന്നുണ്ട്? ശബ്ദം താഴ്ത്തി വായിക്കുന്നു. എന്താണ് അലി എഴുതി കൊടുത്തത്? സഹറ, ഇഫ് യു ടെൽ ഡാഡ്, സഹറ നീ ഡാഡിന്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ, ഹി വിൽ ബീറ്റ് ബോത്ത് ഓഫ് us, അദ്ദേഹം ഞങ്ങളെ രണ്ടുപേരെയും അടിക്കും. ബിക്കോസ് ഹി ഡസന്റ് ഹാവ് മണി ടു ബൈ യു എ പെയർ ഓഫ് ഷൂസ്. കാരണം ഇനി മറ്റൊരു ജോഡി ഷൂ വാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ട് നീ അച്ഛൻ്റെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഞങ്ങളെ രണ്ടുപേരെയും, സഹറയും അടിക്കും അലിയെയും അടിക്കും, രണ്ടുപേരെയും ശിക്ഷിക്കും. സഹറ റൈറ്റ്സ്, ദെൻ വാട്ട് ഷുഡ് ഐ ഡു. അപ്പൊ സഹറ എഴുതുന്നത് എന്താണ്? പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ഇറ്റ് ടു അലി. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് നോട്ട്ബുക്കിൽ എഴുതിയ ശേഷം അത് അലിക്ക് കൈമാറുന്നു. അലി റൈറ്റ്സ്, യു ക്യാൻ വെയർ മൈ സ്നിക്കേഴ്സ് ആൻഡ് പാസസ് ദ നോട്ട്ബുക്ക് ബാക്ക്. അപ്പം അലി അതിന് മറുപടിയായിട്ട് എഴുതി കൊടുക്കുന്നത് എന്താണ്? നിനക്ക് എന്റെ ചെരുപ്പ് ധരിക്കാനായിട്ട് കഴിയും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ്, രണ്ടുപേരുടെയും സ്കൂൾ ടൈം എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പം എന്താണ്, ഒരാൾ പോയിട്ട് വന്നതിന് ശേഷം എന്താണ് മറ്റേ ആൾക്ക് ആ ചെരുപ്പ് ധരിക്കാനായിട്ട്, ആ ഷൂ ധരിക്കാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ടാണ് അലി എഴുതി നൽകുന്ന, അലി സഹറയ്ക്ക് എഴുതി നൽകുന്നത് എന്താണ്, നിനക്ക് എന്റെ ചെരുപ്പ്, എന്റെ ഷൂ ധരിക്കാനായിട്ട് കഴിയും. അത് എഴുതിയതിനു ശേഷം അലി എന്ത് ചെയ്യുന്നു? ആ നോട്ട്ബുക്ക് സഹറയ്ക്ക് കൈമാറി.
Zahra writes, I will wear them when you are back from school. നീ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് ധരിക്കാനായിട്ട് കഴിയുമെന്ന് സഹറ തിരിച്ചടി നൽകുകയും ചെയ്തു. ഡ്യൂറിങ് ദ പാസിംഗ് ഓഫ് ദ നോട്ട്ബുക്ക് ബാക്ക് ആൻഡ് ഫോർത്ത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നോട്ട്ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിന്റെ ദൃശ്യം. ഓൺലി ദ നോട്ട്ബുക്ക് ഇൻ ക്ലോസ് അപ്പ് ആൻഡ് ഹാൻഡ്സ് ആർ വിസിബിൾ ഇൻ ദ ഫ്രെയിം. നോട്ട്ബുക്കും ആ കൈമാറുന്ന കൈകളും മാത്രമേ ഫ്രെയിമിൽ കാണാനായിട്ട് കഴിയുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ട്ബുക്ക് കൈമാറുന്നു, അതോടൊപ്പം തന്നെ നോട്ട്ബുക്കും ആ കൈമാറുമ്പോഴുള്ള കൈകളുടെ ദൃശ്യവും മാത്രമേ ഫ്രെയിമിൽ കാണാനായി കഴിയുന്നുള്ളൂ. ക്ലോസ് അപ്പ് ഓഫ് സഹ്റ റൈറ്റിംഗ്. സഹ്റ എഴുതുന്നതിന്റെ ക്ലോസ് അപ്പ് ദൃശ്യം. എന്താണ് സഹ്റ? അപ്പൊ നോക്ക്, ദ സ്റ്റബ് ഓഫ് ഹർ പെൻസിൽ ബ്രേക്സ്. അപ്പൊ സഹ്റ എഴുതിക്കൊണ്ടിരുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവളുടെ പെൻസിലിന്റെ മുന ഒടിഞ്ഞു. അലി പുട്സ് ഹിസ് പെൻസിൽ ഓൺ ദ നോട്ട്ബുക്ക് ഫോർ ഹർ ടു റൈറ്റ്. അവൾക്ക് എഴുതുന്നതിന് വേണ്ടി, സഹ്റയ്ക്ക് എഴുതുന്നതിന് വേണ്ടി അലി അവന്റെ പെൻസിൽ എന്ത് ചെയ്തു? സഹ്റയുടെ നോട്ട്ബുക്കിന്റെ മുകളിൽ വച്ചു. സഹ്റ ഡസ് നോട്ട് ടേക്ക് ദ പെൻസിൽ. സഹ്റ എന്ത് ചെയ്യുന്നില്ല? പെൻസിൽ എടുക്കുന്നില്ല. ക്ലോസ് അപ്പ് ഓഫ് പെൻസിൽ ലൈയിങ് ഓൺ ദ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിന്റെ മുകളിൽ പെൻസിൽ ഇരിക്കുന്നതിന്റെ ക്ലോസ് അപ്പ് ദൃശ്യം. ഇത്രയുമാണ് എന്ത് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന തിരക്കഥയിൽ ഉള്ളത്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് നമുക്ക് പഠിക്കാനായിട്ട് അതിന്റെ തിരക്കഥയുടെ കുറച്ച് ഭാഗം മാത്രമേ, ദ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമയുടെ തിരക്കഥയുടെ കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? യൂട്യൂബിലേക്ക് കയറി ഈ സിനിമ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക.